ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള പെട്ടെന്നൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണ്. ഞാനും എൻ്റെ മകനും ഉണ്ട്. കോട്ടയ്ക്കൽ പാണ്ഡമംഗലം ശിവക്ഷേത്രത്തിലേക്കാണ് പോണത്. ശിവക്ഷേത്രത്തിനേക്കായും ഞാൻ അവിടെ ആദ്യമായിട്ട് കേൾക്കുകയാണ് കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെന്നുള്ളത്. അതിന് പുറമെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞ അമ്പലം കൂടെയാണ്. പക്ഷേ എൻ്റെ അറിവിൽ ആ പാണ്ഡമംഗലം അമ്പലം കാണുമ്പോൾ അതായിരുന്നു അവരെ കല്യാണം കഴിഞ്ഞ അമ്പലം എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ ഇന്ന് ആണ് ഞാൻ ആ അമ്പലത്തിൽ പോയിട്ട് അതുമല്ല വേറൊരു അമ്പലം അവിടെ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മകനും കൂടെ വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലം എത്തിയപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാമാൻ കുഴച്ചെന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു പ്രത്യേക തരം ഒരു വൈബ്. ഒരുപാട് ആൾക്കാർ ആ രണ്ട് സൈഡിലും കുളമൊക്കെ ഉണ്ട്. ആ കുളത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഭാഗത്ത് ഒരുപാട് അച്ഛച്ചന്മാരും അച്ഛന്മാരും അമ്മമാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ആ ഒരു ദേശത്തിൻ്റെ ആൾക്കാരായിരിക്കാം. പക്ഷേ നല്ല എന്താ പറയുക, ഒരു സമാധാനം സ്വസ്ഥതയൊക്കെ കിട്ടുന്ന പോലെ ഒരു ഫീലാണ് അവിടെ ചെന്നാൽ കിട്ടിയപ്പോൾ. കാരണം ആ അമ്പലത്തിൻ്റെ ആ ഒരു വൈകിട്ട് കേൾക്കുന്ന ആ ഒരു പാട്ടൊക്കെ വെക്കുമല്ലോ, അതും അമ്പലത്തിൻ്റെ ആ ഒരു എന്താണ് അവിടുത്തെ പ്രത്യേക തരം കിളിയോളം സൗണ്ടും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ഉണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് ചെന്നു. ഞങ്ങൾ രണ്ടുപേരും കുളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകി അവിടുന്ന് മേലോട്ട് കയറി വന്നു. ഒരു 6 മണി 6:15 ആയപ്പോഴേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. തൊഴുത്തിറങ്ങി എന്നിട്ട് ഞാനും അവനും കൂടെ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. ഒരുപാട് നായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ. നായ്ക്കളെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചോളൂ പട്ടിയോള് കടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചെണ്ണം നടന്ന് പോകാനുണ്ട്. വണ്ടിയിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലം തന്നെ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചിന്ത അതിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെ ആയിരിക്കുന്നു. ഇതിലൂടെ ഞങ്ങൾ കയറിയത് ഫ്രണ്ട് ഭാഗം ഇതല്ല വരുന്നത്, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇതിലൂടെ ആൾക്കാരൊക്കെ കയറുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇതിലൂടെ കയറിയത്. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണം കഴിഞ്ഞ അമ്പലമാണ്. എനിക്കിങ്ങനെ പറഞ്ഞ ഒരു അറിവുണ്ട്, ഫോട്ടോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ തൊഴേണ്ടത്, ഏതിലൂടെ കയറേണ്ടതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. അവിടെ ചെന്നിട്ട് ചേച്ചിമാരോട് ചോദിച്ചു. ഇതാണ് ഈ ഗോപുരം കാണുന്ന ഫ്രണ്ട് പോർഷനാണ് കേട്ടത്. എന്നിട്ട് ഞങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുതു. ഞങ്ങൾ തൊഴുത് പുറത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഉത്സവം നടക്കാൻ പോവുകയാണ്. നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസം 13-ാം തീയതി ഉത്സവം നടക്കുകയാണ്. ആ ഒരു ഫ്രണ്ടിൽ ആ ഗോപുരം മൊത്തം ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഗോപുരം കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയെന്ന് അറിയാൻ കാണാൻ. ഞങ്ങൾ ഉള്ളിൽ കയറി ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും നല്ല ഒരു അമ്പലം നമ്മുടെ അടുത്തുണ്ടെന്നുള്ളത് ഞാൻ അന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അന്നവിടെ ചെന്നപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മൾ ഗുരുവായൂർ പോയി ഒരു നോട്ടം കാണുന്ന പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ കളപ്പൊക്കെ ഫുള്ളായിട്ട് തേച്ച് മിനുക്കി പട്ടൊക്കെ കൊടുത്ത് നിൽക്കുന്ന ആ ഒരു കണ്ണനെ കണ്ട അതേ ഫീൽ. കാരണം അതായത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഗുരുവായൂരിൽ പോകുമ്പോൾ അറിയാലോ, എല്ലാവർക്കും ഒരു എന്താ പറയുക പ്രത്യേക തരം ഫീലാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞ് മറ്റാൾ വാശി പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 2 സിപ്പപ്പ് മേടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു. ആ ഫ്രണ്ട് ഭാഗത്തു നിന്ന് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൻ്റെ 2 സൈഡിലും നല്ല വലിയൊരു കുളം കേട്ടോ. രണ്ടിലും നല്ല ഒരുപോലെ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളും അതിൽ നീന്തി കളിക്കാനൊക്കെ വന്നവരുണ്ട്. ആരുമോ കുറേ നേരം ഇരുന്ന് കണ്ടു. പിന്നെ നമ്മൾ ഈ അമ്പലത്തിലായിരുന്നു കഴിഞ്ഞ വിഷുവിൻ്റെ ഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വിഷുവിന് വന്നതാണ് ഞാൻ. ഇപ്പോൾ അതാ ഈ 2ാമത്തെ വിഷു ആയപ്പോഴേക്കിനാണ് വന്നിട്ടുള്ളത്. ഈ വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും രാവിലെയാണല്ലോ പോവാറ്. സ്ഥിരം രാവിലെയും വൈകിട്ടും പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാർക്ക് അതൊരു പ്രത്യേക തരം ഫീൽ തന്നെയാണ്. വൈകുന്നേരം നമ്മൾ ദീപാരാധനയൊക്കെ കണ്ട് ഇറങ്ങി അവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടിയ പോലെയാണ്. കാരണം നമുക്ക് അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ നമ്മളിഷ്ടപ്പെട്ട ദൈവത്തിനെ പോയി കണ്ട് വരുമ്പോഴൊക്കെ നമുക്ക് പ്രത്യേക തരം ഒരു സമാധാനം സന്തോഷമൊക്കെയാണ്.
ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.